ആദ്യം ശ്രീ എൻ ലാൽകുമാർ, അതിക്രൂരനായിട്ടുള്ള ഒരു ഭരണകർത്താവെന്ന് ചരിത്രവും വിശേഷിപ്പിച്ചിരിക്കുന്ന ഔറംഗസേബ് കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീ ലാൽകുമാർ, ചോദ്യം കേട്ടേയില്ല. ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിക്രൂരനായിട്ടുള്ള ഭരണകർത്താവെന്ന് ചരിത്രത്തിന്റെ താളുകളിൽ പോലും പലപ്പോഴായി വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഔറംഗസീബിന്റെ ശവകുടീരം ഈ രീതിയിൽ സൂക്ഷിക്കപ്പെടുന്നത്, ആർക്കിയോളജിക്കൽ സർവേയുടെ ലേബലിൽ സംരക്ഷിക്കപ്പെടുന്നത് ഔറംഗസീബിനെ മഹത്വവൽക്കരിക്കലല്ലാതെ മറ്റെന്താണ് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അത് പൊളിച്ചു കളയണം എന്നുള്ള ആവശ്യം വലിയ മറാഠ വികാരത്തിൽ നിന്നുകൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നാണ്. അത് മാനിക്കേണ്ടതല്ലേ? എന്താണ് മാനിക്കപ്പെടേണ്ടത്? എന്താണ് ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണോ ഒരു കാര്യം മാനിക്കപ്പെടേണ്ടത്? 1707 എന്റെ ഓർമ്മ, എന്റെ ചരിത്ര വായന ശരിയാണെങ്കിൽ 1707 ഔറംഗസേബ് മരിച്ചത്. ആ മരിച്ച ശേഷം ഇപ്പം എത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു? എത്ര വർഷം? 250 വർഷമായി, 200 ചില്ലാനും വർഷമായി. എന്നിട്ട് നമ്മൾ ഇപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ ആരെയാണ് തോപ്പിക്കുന്നത്? ഈ സമൂഹം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതിനു മുമ്പ് എത്രയോ ക്രൂരന്മാരായ ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിൽ. അവരുടെ കാര്യങ്ങളിലൊക്കെ ഓരോരുത്തരും നമ്മൾ പൊളിക്കാൻ തുടങ്ങുകയും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് എവിടെ പോയി അവസാനിക്കും? എന്താണ് നിങ്ങൾ ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ രാജ്യത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിനകത്ത് കൊന്നവരുണ്ട്, കൊല്ലപ്പെട്ടവരുണ്ട്, ഇനിയും കൊല്ലുന്നവരുണ്ട്. ഇതൊക്കെ വരാൻ പോകുന്ന ചരിത്രത്തിൽ അങ്ങനെയും പറയും. ഇതൊക്കെ ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, ഔറംഗസേബുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്ട്രീം ഓർത്തഡോക്സ് മുസ്ലിം ഇസ്ലാമിക് ലീഡർ ആയിരുന്നു, അല്ലെങ്കിൽ എംപറർ ആയിരുന്നു ഔറംഗസേബ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്റെ ചരിത്ര വായനയിൽ എനിക്ക് അതിനകത്തൊരു സംശയമൊന്നുമില്ല. ഇതുപോലുള്ള ഒരുപാട് പേരെ നമുക്ക് കാണിക്കാൻ പറ്റും. മുഗൾ സാമ്രാജ്യത്തിനകത്ത് ഇപ്പം ഷാജഹാൻ എടുത്തു കഴിഞ്ഞാൽ ഷാജഹാനും ക്രൂരനായ ആളായിരുന്നു. അതിനു മുമ്പുള്ളവരൊക്കെ ഈ പറയുന്ന പോലെ കൊലപാതകം ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരും അല്ല. ഔറംഗസേബിന്റെ പ്രശ്നം, ഔറംഗസേബ് നമ്മൾ ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത, ഔറംഗസേബിനെ സംബന്ധിച്ചിടത്തോളം ഔറംഗസേബ് നേരിട്ട ഏറ്റവും വലിയ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ ഖജനാവ് വളരെ ചെറുതായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഒരു ഓർത്തഡോക്സ് മുസ്ലിമുമായിരുന്നു. എക്സ്ട്രീം ഓർത്തഡോക്സ് പ്യൂരിറ്റാനിക് മുസ്ലിം എന്ന് വേണമെങ്കിൽ വിളിക്കാം. പ്യൂരിറ്റാനിക് രീതിയിൽ നിന്നൊരാളാണ്. അത് അദ്ദേഹത്തിന്റെ എക്കണോമിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ എംപയറിന്റെ എക്കണോമിക് സിറ്റുവേഷൻ ഷ്രിങ്ക് ചെയ്തതിലുള്ള പങ്ക് ഷാജഹാൻ വലുതായിട്ടുണ്ട്. ഷാജഹാൻ ഈ പറയുന്ന ഒരുപാട് ബിൽഡിങ്സ് അല്ലെങ്കിൽ മോണ്യുമെന്റ്സ് പണിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും എക്കണോമിക് ക്രൈസിസ് ഉണ്ടായ, ആ എംപയറിന് എക്കണോമിക് ക്രൈസിസ് ഉണ്ടായെന്നുള്ള ഒരു വാദമുണ്ട്. കൂടാതെ ഈ പറയുന്ന ഈ യുദ്ധക്കൊതിയനായ ഔറംഗസേബിന്റെ കഥയുണ്ട്. നമുക്ക് ചരിത്രത്തിലേക്കൊക്കെ പലതും പോവാം. ഇപ്പൊ എന്താ ഇവിടെ പ്രശ്നം? അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമ വരുന്നു. ആ സിനിമയുമായി ബന്ധപ്പെട്ട് മറാഠ വികാരം ഇങ്ങനെ ആളിക്കത്തിച്ച് ഛത്രപതി അല്ലെങ്കിൽ ശിവജിയുമായി ബന്ധപ്പെട്ട വികാരം വരുന്നു. ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ നമ്മളെ ഒരിടത്തും എത്തിക്കത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അടിസ്ഥാനപരമായി പ്രസന്റ് പൊളിറ്റിക്സിൽ നമുക്ക് ഇതൊക്കെയാണോ വേണ്ടത്? നോക്കൂ, മഹാരാഷ്ട്ര ഭരിക്കുന്ന BJP ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന BJPയുമായി ചേർന്ന് നിൽക്കുകയാണല്ല. ഫട്നാവിസ് ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. അവിടെ ഏറ്റവും കൂടുതൽ വികസനം വരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവിടെ കൂടുതൽ വികസനം വരട്ടെ. ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തോ ആൾക്കാർക്ക് ഗുണം ഉണ്ടാവുക? ഈ പറഞ്ഞ എപ്പിസോഡ് കൊണ്ട് 1707 നടന്ന ഒരു വിഷയം, അല്ലെങ്കിൽ 1707 ഈ രാജ്യത്ത് നിന്ന്, ഈ ഭൂമികയിൽ നിന്ന് കടന്നുപോയ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇപ്പം അദ്ദേഹം പോലും അല്ല, അദ്ദേഹത്തിന്റെ ടോംബ് ഒരു പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം നമ്മളെ നോക്കി ചിരിക്കും. ഇതാണ് സത്യം. നോക്കൂ, ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്നാ, ഇതിപ്പം ഈ സിനിമയെ മാത്രമായിട്ട് കൊണ്ടു ചേർക്കാൻ പറ്റില്ല. കാര്യം നോക്കൂ, ഫട്നാവിസിന്റെ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ ഈ BJPയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 2023 കാലഘട്ടങ്ങളിൽ തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ഇന്ത്യൻ മുസ്ലിമുകൾ യഥാർത്ഥത്തിൽ ഔറംഗസേബിന്റെ പാരമ്പര്യം ഉള്ളവരല്ല എന്ന് പറയുകയാണ് അവർ പലപ്പോഴും ചെയ്തത്. അത് ചെയ്തത് ഇന്ത്യൻ മുസ്ലിങ്ങളോടുള്ള താല്പര്യം കൊണ്ടല്ല അവർ ചെയ്തത്. അവർ ചെയ്യാൻ ശ്രമിച്ചത് എന്താ? ഔറംഗസേബിന്റെ പാരമ്പര്യം അല്ല എന്ന് പറയുമ്പം, ഔറംഗസേബിന്റെ പേര് പറയുമ്പം മഹാരാഷ്ട്രയിൽ മറാഠ വികാരം ഉണ്ടാവും എന്നുള്ളതാണ്. മറാഠ വികാരം ഉണ്ടാവും. അത് കൺസോൾട്ടേറ്റ് ചെയ്ത് വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ തന്നെ അത് തുടങ്ങിയിരുന്നു. യഥാർത്ഥത്തിൽ BJP ശിവസേനയിൽ നിന്ന് ഈ പറയുന്ന മറാഠ പാരമ്പര്യത്തെ പിടിച്ചടക്കുക, അല്ലെങ്കിൽ മറാഠ എംപയറിന്റെ ശിവജിയുടെയും
ഒക്കെ പാരമ്പര്യത്തെ പിടിച്ചടക്കാൻ ഒരു വലിയ ശ്രമം നടക്കുകയും ആ ശ്രമം ഉണ്ടെങ്കിൽ മാത്രം മറാഠായിൽ യഥാർത്ഥത്തിൽ ഛത്രപതി ശിവജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഒരാളോട് ജയിക്കത്തില്ല. അവിടെ ആ പാർട്ടി തന്നെ അങ്ങനെയാണ് വരുന്നത്. ശിവസേന എന്ന് പറഞ്ഞാൽ ശിവനൊന്നും അല്ല, ഛത്രപതിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയുള്ള, അങ്ങനെ മുഖ്യമന്ത്രിമാരുണ്ടാകുന്ന ഒരു പാർട്ടിയുള്ള, ആ നാടിന് ഇതിന് വലിയ വികാരമുള്ള ഒരു വിഷയത്തിൽ ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഒരു അറ്റംപ്റ്റ് നടക്കുകയും അതൊരു പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ചെയ്തു കഴിഞ്ഞാണ് ഈ സിനിമയും കൂടെ വരുന്നത്. അത് ആളിക്കത്തിക്കാൻ മാത്രമേ ഇത് സഹായിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത്, അത് കഴിഞ്ഞു, ആ എപ്പിസോഡ് കഴിഞ്ഞു, അവര് വലിയ പ്രശ്നങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർക്ക് അധികാരമുണ്ട്, സമാധാനമായി ഭരിക്കുന്നു. ആ സമാധാനമായി ഭരിക്കുന്നിടത്ത് ആ അശാന്തി ഉണ്ടാക്കിയിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ആ അശാന്തിയുടെ നേട്ടം ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന മറാഠ രാഷ്ട്രീയത്തിന്റെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന മറാഠ എംപയർ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം, അതിന്റെ പാരമ്പര്യം ആർക്ക് എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. അത് BJP ക്ലെയിം ചെയ്യാൻ നോക്കുകയാണ്. ആ BJP ക്ലെയിം ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ? യഥാർത്ഥത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിംസ് ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. BJPയുടെ അങ്ങനെ ഒരു ക്ലെയിം വരുമ്പം യഥാർത്ഥത്തിൽ ഈ ശിവസേന എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ബേസ് ഇല്ലാതാവും. അതുകൊണ്ടാണ് ശിവസേന ഇവരെ എതിർത്തിരിക്കുന്നത്. BJPക്ക് എങ്ങനെ ക്ലെയിം? BJPക്ക് ഇതിനകത്ത് എന്താണ് ശിവജിയുമായി ബന്ധപ്പെട്ട, ഷാഹുവുമായി ബന്ധപ്പെട്ട, ഷാംബാജിയുമായി ബന്ധപ്പെട്ട പാരമ്പര്യത്തിൽ ഇത്ര താല്പര്യം എന്നുള്ള ചോദ്യം വരുന്നതിന് കാരണം BJP അത് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ പൊളിറ്റിക്കൽ ബേസ് നഷ്ടപ്പെടും. അപ്പൊ ഇത് പൂർണ്ണമായും പൊളിറ്റിക്സ് അടങ്ങുന്ന ഒരു വിഷയമാണ്, അല്ലാതെ ചരിത്രപരമായോ സാമൂഹ്യപരമായോ ഒരു കാര്യമേ അല്ല. ചരിത്രപരമായ സാമൂഹികപരമായ ഒരു കാര്യം ആകേണ്ട കാര്യവുമില്ല. നോക്കൂ, ഔറംഗസേബ് അന്ന് ചെയ്തതിനെ കുറിച്ച് നമ്മൾ ഇന്ന് വേണമെങ്കിലും ചർച്ച ചെയ്യാം, അതിനകത്ത് ക്രൂരത ഉണ്ടെന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷെ അതുകൊണ്ട് ഇന്ന് ഈ ജീവിച്ചിരിക്കുന്ന ഈ ജനതയ്ക്ക്, ഇപ്പം മഹാരാഷ്ട്രയിലുള്ള ജനതയ്ക്ക് അല്ലെ മറ്റു സ്ഥലത്തുള്ള ജനതയ്ക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ലാൽകുമാർ, ഞാൻ തിരികെ എത്താം. രാഹുൽ